ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു നെക്ക് ഡിസൈൻ നോക്കാം. വി നെക്കാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ നിന്ന് 1 ഇഞ്ച് ഗ്യാപ്പിൽ അതേ നെക്ക് ലൈനിന് ഒന്നുകൂടെ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മുടെ വർക്ക് വരുന്നത്. അപ്പോൾ വല്ലാതെ സ്പ്രെഡായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരളവ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾ ഇതുപോലുള്ളൊരു ഹാഫ് ബീഡ്സ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് സൈസിൽ വരുന്ന ഹാഫ് ബീഡ്സാണ്, ഗോൾഡൻ ഹാഫ് ബീഡ്സാണ് കേട്ടോ. അതിൻ്റെ ചുറ്റും നമ്മൾ ഫ്ലവേഴ്സായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ സെൻറ്റർ ബീഡായിട്ടാണ് ഈ ഹാഫ് ബീഡ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലൊരു 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഫാബ്രിക് ഗ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. ഫെവിക്രിലിൻ്റെ നമുക്ക് ഈസി ആയിട്ട് വേഗം സ്റ്റിക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിനുശേഷം ഞാനതൊന്ന് തുന്നി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള യെല്ലോ എംബ്രോയ്ഡറി ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഫുൾ ത്രെഡ് നീഡിലിൽ കോർത്ത് കൊടുത്തിട്ട് 2 അറ്റവും കൂട്ടിക്കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് ആങ്കറിൻ്റെ എംബ്രോയ്ഡറി ത്രെഡാണ്. അപ്പോൾ നമുക്ക് നല്ല വർക്കുകൾ ചെയ്യാനായിട്ട് നല്ല ത്രെഡ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചെയ്ത് പഠിക്കാനായിട്ട് നമുക്ക് റേറ്റ് കുറവിൻ്റെ വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഫ്രഞ്ച് നോട്ട് വെച്ചിട്ടാണ് നമ്മൾ ഫ്ലവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ത്രെഡ് ഒന്ന് വലിച്ചു പിടിച്ചതിന് ശേഷം നീഡിലിൽ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മളുടെ ആ ഒരു ത്രെഡ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. നമുക്ക് 2 തവണ ചുറ്റി കൊടുക്കണമെങ്കിൽ അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ തിക്കായിട്ടുള്ള ഫ്രഞ്ച് നോട്ട് കിട്ടും. ഞാനിവിടെ 1 തവണയാണ് ഒന്ന് ചുറ്റി കൊടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ ആ ഒരു വർക്കിൻ്റെ ഇതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് നീഡിൽ വലിച്ചു പിടിക്കുക, ത്രെഡ് വലിച്ചു പിടിക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് താഴോട്ട് വലിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ലെഫ്റ്റിൽ നമ്മൾ പിടിച്ചിട്ടുള്ള ആ ഒരു ത്രെഡ് ഒന്ന് വലിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ലൂസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് റിംഗ് നോട്ടായിട്ടാണ് വരിക. അപ്പോൾ കുറച്ചൊരു ലൂസിൽ നിൽക്കുന്ന ഒരു റിങ് പോലെ ആയിരിക്കും ഇരിക്കുക. ഇത് നമ്മൾ ഫ്രഞ്ച് നോട്ടാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ലെഫ്റ്റിലുള്ള ആ ഒരു ത്രെഡ് ഒന്ന് നന്നായിട്ട് വലിച്ചു പിടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മളിത് ഓരോന്നും ഫുള്ളായിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ആദ്യം 2 കളർ വെച്ചിട്ട് ചെയ്തെടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഒരു യെല്ലോ പിന്നെ ഒരു പിങ്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ ഒരു ബ്ലാക്കിൽ ഗോൾഡനും യെല്ലോ വരുമ്പോൾ നല്ല ഭംഗി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫുള്ളും ഇതേപോലെ യെല്ലോ എംബ്രോയ്ഡറി ത്രെഡ് വെച്ചിട്ട് തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് നമ്മളുടെ ആ ഒരു വർക്ക് നല്ല കളർഫുള്ളായിട്ട് വേണമെന്നുള്ളവർക്ക് പല ഷെയ്ഡിലുള്ള എംബ്രോയ്ഡറി ത്രെഡുകൾ വെച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു യെല്ലോ ആണെങ്കിൽ ഒരെണ്ണം പിങ്കോ അല്ലെങ്കിൽ ഒരെണ്ണം റെഡോ അങ്ങനെയൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ യെല്ലോ കോമ്പിനേഷൻ മാത്രമായിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് കളർ കട്ട് ബീഡ്സ് വെച്ചിട്ട് വേണമെങ്കിൽ അതുപോലെയും ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫുള്ള് ഈ ഒരു കോമ്പിനേഷനിൽ മാത്രമാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതേ ഇതുപോലെ എല്ലാ ഫ്ലവറും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇനി ഗ്യാപ്പ് എക്സ്ട്രാ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഓരോ ഫ്രഞ്ച് നോട്ടും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫ്ലവർ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഇടയിൽ ബീഡ് ഷേപ്പിലുള്ള നമുക്ക് കുറച്ച് ലെങ്ത്തിലുള്ള ബീഡ്സ് കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് റെയിൻ ഡ്രോപ്സിൻ്റെ ആ ഒരു ഷേപ്പിലുള്ള ബീഡ്സാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതന്നെ നമുക്ക് ബീഡ് ഷേപ്പിലുണ്ട്, പല ഷെയ്ഡിലും കിട്ടും. അപ്പോൾ ഞാനിവിടെ ഇതാണ് എടുത്തിട്ടുള്ളത്, ഗോൾഡൻ ഷെയ്ഡ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതുപോലെ ആ ഒരു ഫ്ലവറിൻ്റെ 2 സൈഡിലായിട്ട് 3 എണ്ണം വെച്ചിട്ടൊന്ന് തുന്നി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്ര മാത്രമേ നമ്മളുടെ ഈ ഒരു വർക്ക് ചെയ്തെടുക്കുന്നുള്ളൂ. പക്ഷേ അതും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വളരെ കുറച്ച് ബീഡ്സ് മതി. അതുപോലെ തന്നെ എംബ്രോയ്ഡറി ത്രെഡും നമ്മൾ ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു വർക്കാണ്. അപ്പോൾ 2 സൈഡിൽ നമ്മളിതുപോലെ 3 എണ്ണം വെച്ചിട്ടൊന്ന് തുന്നി കൊടുക്കുക. അപ്പോൾ മൊത്തത്തിൽ എല്ലാ വർക്കും ചെയ്ത് കഴിയുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ദേ ഇതുപോലെയാണ് നമ്മളുടെ വർക്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഷുഗർ ബീഡ്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ കൊടുക്കാം, അല്ലെങ്കിൽ കട്ട് ബീഡ്സ് തന്നെ സ്പ്രെഡ് ചെയ്ത് വരുന്ന രീതിക്ക് തുന്നി കൊടുക്കാം. കുഞ്ഞു കുഞ്ഞു സ്റ്റോൺസ് വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു വർക്ക് കൂടുതൽ എങ്ങനെ ഹൈലൈറ്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള സാധനങ്ങൾ ഒട്ടിച്ചു കൊടുക്കാനായിട്ടും പറ്റും കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു വർക്ക് ഇത്ര സിമ്പിളായിട്ട് ഇത്ര മാത്രം മതി എന്നുള്ള രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ചോക്ക് വെച്ചിട്ടൊക്കെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു തുണി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി തുടച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ വർക്ക്. അപ്പോൾ ബ്ലാക്കിൽ ഈ ഒരു യെല്ലോ കോമ്പിനേഷൻ അടിപൊളിയാണ്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഗോൾഡും കൂടെ വരുമ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ കളർ ചോയ്സിനനുസരിച്ചിട്ട് നമുക്ക് മാറ്റിയൊക്കെ ചെയ്യാം. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു വർക്കാണ്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കണ്ടു നോക്കാം കേട്ടോ. സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്